അന്തരിച്ച പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് MG കണ്ണന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. 42-ാം വയസ്സിൽ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനും ജനകീയനുമായിരുന്നു കണ്ണൻ. നിറ കണ്ണുകളോടെയാണ് പ്രവർത്തകരും നേതാക്കളും കണ്ണന് അന്തിമോപചാരം അർപ്പിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന കരുതലും കരുത്തുമായ നേതാവായിരുന്നു MG കണ്ണൻ. സാധാരണ കുടുംബത്തിൽ നിന്നും KSUവിലൂടെ വളർന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായി. പിന്നീട് ആ വളർച്ച പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് വരെ എത്തി. ആ പോരാട്ടവീര്യമാണ് MG കണ്ണന്റെ വിയോഗത്തിലൂടെ ജില്ലയിലെ കോൺഗ്രസിന് നഷ്ടമായത്. പത്ര ഏജന്റായും കേബിൾ TV ഓപ്പറേറ്ററായും പ്രവർത്തിച്ചിട്ടുള്ള MG കണ്ണൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. KSU കാലത്തെ ജീവിതാനുഭവങ്ങൾ കൈമുതലാക്കിയ നേതൃപാഠവുമാണ് കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാക്കിയത്. ചെന്നീർക്കരയിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമായി. 2 തവണ ജില്ലാ പഞ്ചായത്തിലേക്കും ജയിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അടൂർ നിയമസഭാ മണ്ഡലം പിടിക്കാൻ കണ്ണനെ പാർട്ടി നിയോഗിക്കുന്നത്. കെട്ടിവയ്ക്കാൻ പണം നൽകിയതും പ്രചാരണ ചെലവുകൾ കണ്ടെത്തിയതുമെല്ലാം പ്രവർത്തകരുടെ സ്നേഹത്താൽ. പ്രചാരണത്തിനിടെ അർബുദബാധിതനായ മകനെയും തോളിലിട്ട് RCC വരാന്തയിൽ നിൽക്കുന്ന കണ്ണന്റെ മുഖം അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. MG കണ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ അടൂരിലെ ഒരു സ്ഥിരം അംഗമാണ് എന്നുള്ള നിലയിൽ ഒരു MLA പോലെ തന്നെ എല്ലാ മണ്ഡലത്തിലും, എല്ലാ വീട്ടിലും, എല്ലാ പ്രദേശത്തും, എല്ലാ ചടങ്ങുകളും അദ്ദേഹം നിറഞ്ഞുള്ളൂ. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓടിയെത്തുമ്പോൾ അദ്ദേഹം അവിടെ കൊണ്ടുവന്നുള്ളത്. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയാണ് കണ്ണൻ മടങ്ങുന്നത്. പ്രാരാബ്ദങ്ങളോടും പ്രതിസന്ധികളോടും പടപൊരുതിയ കണ്ണന്റെ പോരാട്ടവീര്യം എന്നും പ്രചോദനമായി കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുണ്ടാകും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.